കേരളത്തിലെ ആചാര്യന്മാർ വ്യാപകമായിട്ട് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് ആത്മീയതയെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രമെന്നാണ്. ആത്മീയതയെക്കുറിച്ച് ബോധമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് വിഗ്രഹമെന്നാണ്. അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? നമുക്ക് ആ ദേവവിഗ്രഹത്തെ വിഗ്രഹിച്ച് അർത്ഥത്തെ ഗ്രഹിക്കുവാനുള്ള ശേഷി നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ദൈവം എന്താണെന്ന് നമ്മളുടെ കൊച്ചു കുട്ടികളോട് പോലും പറഞ്ഞു കൊടുക്കാൻ ശേഷിയില്ലാത്ത രീതിയിലേക്ക് ആധ്യാത്മിക പ്രഭാഷണം നടത്തേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മളുടെ വേദങ്ങൾ പറയുന്നത് മതഭ്രാന്തല്ല, അഭിപ്രായങ്ങളല്ല, ശാസ്ത്രചിന്തയാണ്. ശാസ്ത്രത്തിൻ്റെ വിഗ്രഹങ്ങളാണ്, അക്ഷരത്തെ പോലെയുള്ള ആദ്യാക്ഷരങ്ങളാണ് വിഗ്രഹങ്ങൾ. അനർത്ഥത്തിനിടയില്ലാത്ത അർത്ഥത്തെ ഗ്രഹിക്കുവാൻ കഴിയുന്ന വിഗ്രഹങ്ങളെ വിഗ്രഹിക്കുവാനുള്ള ശേഷിയാണ് നമ്മൾ ആദ്യം ആർജിക്കേണ്ടത്. ക്ഷേത്രം അജ്ഞാനികൾക്കുള്ളതാണ്. ആരാണ് നിങ്ങളോടിത് പറഞ്ഞത്? ഇത്തരം പ്രഭാഷണം നടത്തുന്നവർ ഒരു ദൈവത്തെ കാണിച്ചു തരും. ദൈവത്തിൻ്റെ പേരിൽ വെട്ടിയും കുത്തിയും മരിക്കുമ്പോൾ ദൈവം എന്താണെന്ന് പറയാനുള്ള ശേഷി പോലും ഇല്ലാത്തവരാണ് ഈ അനർത്ഥത്തിന് കാരണമാകുന്ന, സർവനാശ കാരണമാകുന്ന ഇത്തരം പ്രസ്താവനകൾ ഈ സമൂഹത്തിലേക്ക് വിളിച്ച് വിളമ്പി നൽകുന്നത്. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ആധ്യാത്മിക പ്രഭാഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത്.